ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത്തവണ ഒരു ട്രാവലിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഒരുപാട് പേര് ഞങ്ങളെ വിഷ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. കാരണം ഒരുപാട് പേര് സ്റ്റാറ്റസ് ആക്കിയിട്ടും വീഡിയോസ് അയച്ചും ഫോട്ടോസ് അയച്ചിട്ടും ഒക്കെ കുറെ ഞങ്ങളെ സന്തോഷിപ്പിച്ചു. ഒരുപാട് നന്ദിയുണ്ട് അതിനകത്ത്. നന്ദിയുണ്ട്. നമ്മൾ ഗൂഗിളിൽ TK ഫോൾസ് എന്ന് അടിച്ചു നോക്കിയപ്പോൾ 2 റൂട്ടാണ് നമുക്ക് കാണിച്ചത്. ഒന്ന് JP നഗർ വഴിയും പിന്നെ ഒന്ന് ബനർഘട്ട റോഡ് വഴിയും. നമ്മൾ ദൂരം കുറഞ്ഞ JP നഗർ റോഡാണ് എടുത്തത്. പക്ഷെ അതിൽ ഈ കാണുന്ന പോലെ കുറച്ച് ദൂരം ഒരു 5 കിലോമീറ്റേഴ്സ് ടാർ ചെയ്യാത്ത റോഡാണ്, കുറച്ച് കുണ്ടും കുഴി അങ്ങനെയൊക്കെ ആയിട്ട്. അത് കാരണം നിങ്ങൾ പോവാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക ബനർഘട്ട റോഡ് വഴിയുള്ളതാണ്. കാരണം അത് നല്ല ഹൈവേ റോഡാണ്. ദൂരം ഒരു സ്വല്പം കൂടിയാലും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എവിടെയും പോകാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ്. ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള പറ്റിയൊരു സംഗതികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇത് ബാംഗ്ലൂരിന്റെ അടുത്തുള്ള സ്ഥലമാണ് TK ഫോൾസ്. തൊട്ടിക്കല്ല് ഫോൾസ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. അധികം ഫേമസ് ഒന്നും അല്ല ഈ സ്ഥലം. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ അത്യാവശ്യം നല്ലൊരു സീനറിയാണ് ഇവിടെ. ചുറ്റുപാടൊക്കെ നല്ല ഗ്രീനറി ആണ്. അതെ അതായത് നല്ല ഞങ്ങൾക്ക് കാണാം ഈ വീഡിയോയിലൊക്കെ. നല്ല ഒരു പുല്ല് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവര് വിൽക്കാനായിട്ട് വളർത്തുന്നുണ്ട് ഇവിടെ. കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാം. നല്ല പച്ച കളറിൽ ഇങ്ങനെ നിലം ഫുള്ള് പച്ച കളറിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതെ, നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ കുറെ പൂക്കള് അല്ലെങ്കിൽ പച്ചക്കറി അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ കണ്ടിരിക്കണം. അപ്പൊ ഈ പച്ചപ്പുല്ല് ഉണ്ടാക്കിയിട്ട് വിൽക്കണത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്ത്. അതെ, നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റിയില്ല. നമ്മളിവിടെ ഓടിച്ചു വിട്ടു. അതുകൊണ്ട് പുറത്തു നിന്നിട്ടാണ് ആ വീഡിയോ എടുക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പൊ ശരി, നമുക്കിനി നമ്മുടെ വെള്ളച്ചാട്ടം കാണാൻ പോവാം. അതെ, ഇവിടെ അടുത്താണ് വെള്ളച്ചാട്ടം. കുറച്ച് നടക്കാണ്ട്. ഹോളിഡേ ആയ കാരണം കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ മാസ്കും സാനിറ്റൈസറൊക്കെ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. ബാക്കി നമുക്ക് പോണ വഴിയിൽ കാണാം. ശരി, ബൈ, കമാൺ. നമ്മളിപ്പോൾ ഈ കണ്ട സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു ഏതാണ്ട് 1/2 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ടാവും. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണിത്. അത് നമ്മൾ സിമെന്റ് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകും തോറും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എന്താണ് നമ്മളിപ്പോൾ ഈ കണ്ട വഴി കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകും തോറും പിന്നെ ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ചെറിയ പ്രതീതിയാണ്. അപ്പം ഞങ്ങൾ മുന്നേ ഒരു മുത്യാലമടവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും. ഏതാണ്ട് അതുമായി ചെറിയൊരു സിമിലാരിറ്റി ഇതിനുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയും അതുപോലെ വെള്ളവും കൂടുതലാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല ശബ്ദം കേൾക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നടന്ന് പോകണം, എന്നാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ വ്യൂ പോയിന്റിൽ നമ്മൾ എത്തുള്ളൂ.
അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, നമ്മുടെ TK ഫോൾസ്. അതെ, ഫുള്ള് മഴ പെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തോന്നുന്നുണ്ട്. നല്ലോണം വെള്ളമുണ്ട്, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. നിങ്ങൾക്കത് കാണണ്ടാവും വിശ്വസിക്കുന്ന വീഡിയോയില്. നല്ല അവിടെ നിൽക്കുമ്പോൾ തന്നെ ഫുള്ള് വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അവിടെ ഇരുന്ന് കുളിക്കുന്നവർക്ക് നല്ല തണുപ്പുണ്ടാവും. നല്ല നല്ല തണുത്ത വെള്ളമായിരിക്കും. കാരണം നമുക്ക് ആ വെള്ളത്തുള്ളി വരുമ്പോൾ തന്നെ അറിയാം അതിൽ എത്രമാത്രം തണുപ്പുണ്ട് എന്നുള്ളത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. നമ്മൾ കുറച്ചു നേരം വെള്ളത്തിന്റെ താഴെ നിന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ മുകളിലേക്ക് യാത്ര ആരംഭിച്ചു. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ സൈഡിൽ കണ്ട ഒരു വ്യൂ ആണ് ഈ വീഡിയോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ആ വെള്ളം 3ആയി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു താഴെ എത്തുമ്പോഴേക്കും ഇത്രയും പരന്ന് നല്ലൊരു വലിയൊരു വെള്ളച്ചാട്ടമായിട്ട് അത് മാറുന്നത്. നമ്മളിവിടെ മേലെ തിരിക്കുകയാണ്. അതെ അതെ, വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടുന്ന് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ഉള്ളു, പക്ഷെ അതിങ്ങനെ പരന്ന് പാറയുടെ മുകളിൽ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ചെറിയൊരു ട്രക്കിങ്ങിന്റെ ഫീല് നമുക്ക് വന്നാൽ കിട്ടും. അതെ, ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കയറണം. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ആയാസം ആവശ്യമുള്ളതാണ്. പിന്നെ താഴെ നിന്ന് കണ്ടു പോവുകയാണെങ്കിൽ അത് ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വെള്ളം ചാടുന്നത് കണ്ടു മാത്രം പോവാം. മുകളിൽ നിന്ന് വീഴുന്നത് കാണാനായിട്ട് നമുക്ക് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ട്രക്ക് ചെയ്ത് കയറണം. പിന്നെ അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. അതെ, നല്ല തണുത്ത വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുകയാണ്. നമ്മൾ കുറച്ചു നേരം വെള്ളത്തിലേക്ക് ഒന്ന് കയ്യും കാലൊക്കെ ഇട്ടിരുന്നു. അതെ, നല്ലൊരു ലൊക്കേഷനാണ്. എന്തായാലും പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ എന്തായാലും അത് സന്തോഷമായി. അതിപ്പോൾ നല്ല വിശപ്പ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി താഴെ പോയിട്ട് ഇനി വിശപ്പിനുള്ള സംഭവങ്ങൾ നോക്കട്ടെ. ഇതാണ് നമ്മൾ പറഞ്ഞ വഴി. ഇതുപോലുള്ള വഴി കൂടെ നമ്മളിങ്ങനെ സൈഡിലുള്ള മരവും കല്ലൊക്കെ പൊത്തിപ്പിടിച്ച് കയറിയിട്ട് വേണം മേലേക്ക് എത്താൻ. ഇതൊക്കെ കണ്ടപ്പോഴാണ് ബാംഗ്ലൂരിന്റെ അടുത്ത് ഇത്ര നല്ല പ്രകൃതിയിലായിട്ട് നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളും അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതുപോലെ ഇനി ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിവിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അതെ, ഞങ്ങളത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ചെയ്യുന്നു.